മഹാത്മാഗാന്ധിയെ വെടിവെച്ചല്ല വെട്ടിക്കൊല്ലണം. മഹാത്മാഗാന്ധി രാജ്യത്തിന് ദ്രോഹമൊക്കെയാണ് ചെയ്തത്. മോദിയും മോഹൻ ഭഗവതും പറഞ്ഞാൽ പോലും, അതായത് എൻ്റെ വാക്കുകളല്ല, ഞാൻ പ്രധാനമന്ത്രി മോദിജി എന്നേ പറയാറുള്ളൂ, അല്ലെങ്കിൽ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി എന്നേ പറയാറുള്ളൂ. ഒരു RSSനോടൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്. മഹാത്മാഗാന്ധിയെ അവർ അനുകൂലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. ആരെന്ത് അനുകൂലിച്ചാലും ഒരു കാരണവശാലും മഹാത്മാഗാന്ധിയെ ഇഷ്ടമല്ല. മുസ്ലിം വിരോധമാണ് എൻ്റെ പുള്ളിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമോഫോബിയാണ് അടിസ്ഥാനം. എന്നിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് എനിക്കുള്ള ഏക എതിർപ്പ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് വിളിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. ആദ്യത്തെ കുറച്ച് മിനിറ്റ് പുള്ളിക്ക് നല്ല ദേഷ്യവും നമ്മൾ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റ് ചെയ്ത കോൺവെർസേഷനാണ് കാണണം. നമ്മൾ ഈ ഒരു തീവ്ര വലതിൽ നിൽക്കുന്ന ഗോഡ്സെ വാദമെന്നോ അൾട്രാ റൈറ്റ് എന്നോ അർബൻ നാസി എന്നോ ഒക്കെ വിളിക്കുന്ന ഈ തീവ്ര വലതിൽ നിൽക്കുന്ന സുഹൃത്തുക്കളും സാധാരണക്കാരാണ്. ഈ കോൺവെർസേഷനിടെ എന്നെ വിളിച്ച്, രാത്രിയിലാണ് പുള്ളി വിളിക്കുന്നത്, എന്നെ വിളിച്ച് സംസാരിക്കുന്നതിനിടെ പുള്ളിയുടെ അമ്മ അപ്പുറത്തെ വേറൊരു ഫോണിൽ വിളിക്കുന്നുണ്ട്. അമ്മ പുള്ളിയോട്, എടാ നീ പോയി സോപ്പും എണ്ണയും ആഹാരവും പലചരക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ സാധാരണക്കാരാണ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ആകാശത്തു നിന്ന് പൊട്ടി വീണ് തീവ്ര വലതുപക്ഷക്കാരാവുന്നതല്ല. നമ്മൾ ബഹുമാനത്തോടെ സംസാരിച്ച്, സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിച്ച് അവസാനം അവരെ എങ്ങനെ ഒരു മിതവാദത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ അവസാനം വെച്ചപ്പോൾ 10 പോയിന്റ് സംസാരിച്ചു. വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ പ്രണാമം അർപ്പിക്കണം, സ്നേഹാദരങ്ങൾ അറിയിക്കണമെന്ന് പറയുകയും പുള്ളി പറയുകയും ചെയ്തു. നിങ്ങളോട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ വൈഫ് ശബരിമല പ്രക്ഷോഭത്തിനൊക്കെ വേണ്ടി ശക്തമായി പോരാടിയതാണ്, അവരെ എൻ്റെ സഹോദരിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് വെക്കുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സംസാരിക്കാം, തർക്കിക്കാം. ആ പരസ്പര ബഹുമാനത്തോടുള്ള തർക്കത്തിൽ, സ്നേഹത്തിൽ നമ്മൾ ഗാന്ധിയുടെ പാത കണ്ടെത്തും. മഹാത്മാഗാന്ധി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന അല്ലെങ്കിൽ ക്രിസ്തുമാർഗം കണ്ടെത്തും, മിഡിൽ പാത്ത് കണ്ടെത്തും. ബുദ്ധൻ അതിനെ മധ്യമാർഗം എന്നാണ് വിളിക്കുന്നത്. ആ മിഡിൽ പാത്ത് കണ്ടെത്തുന്ന മനോഹരമായ ഒരു ഫോൺ സംഭാഷണം. അതായത് രണ്ട് കാര്യങ്ങൾ അനിയൻ ഒന്ന് കേക്ക്. ഷാഹിദ് ഫ്രീഡിന്റെ കാര്യത്തിൽ താങ്കൾക്ക് ഒരു ദേഷ്യം ഉണ്ടായതല്ലേ? എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മുടെ നാട് ഭരിക്കുന്ന മോദിജി അല്ലേ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അമിത്ഷാജി അല്ലേ? ആണല്ലോ. നമ്മുടെ ഗവൺമെന്റ് ഏജൻസിയോ NIOയോ എംബസിയോ കേന്ദ്ര നേതൃത്വമോ ഏതെങ്കിലും മുതിർന്ന BJP നേതാവോ ഈ അഫ്രീദിയുടെ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തായിരിക്കും ഒരു പറയാത്തത്? BJPയുടെ എത്ര നേതാക്കൾ ഇതിനെതിരായിട്ട് പറഞ്ഞു? രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റാണ് പുള്ളി, പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, സുരേന്ദ്രൻജി പറഞ്ഞു. പക്ഷെ സുരേന്ദ്രൻജി സ്ഥിരം പറയുന്ന ഏത് ലൈനാണ്? മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഹിന്ദുക്കൾക്ക് ആഹാരം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന സുരേന്ദ്രൻജി അല്ലേ ഇത് പറഞ്ഞത്? ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു വിവേചനം നടക്കുന്നില്ല. എന്റെ ഭായി, ഇതൊക്കെ ആരാ ഭായിയോട് പറയണേ? ഒരു കാര്യം ചെയ്യും രാഹുൽജി, ഞാൻ മലപ്പുറത്ത് കഴിഞ്ഞ നോമ്പ് കാലത്ത് പോയതാ. BJPയുടെ ഒരു കമ്മിറ്റി നിലവില് മതേതരത്വം പറയുന്നേ, പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ അല്ല ഭായി. ഒരു സെക്കൻഡ്, മതേതരത്വം അല്ല. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. PV രാജേഷ് ഈ ചർച്ചയിൽ പറഞ്ഞ അതേ കാര്യം താങ്കളോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മറ്റേ തുഞ്ചത്ത് എഴുത്തച്ഛനുണ്ടല്ലോ, പുള്ളിക്കാരന്റെ ഒരു പ്രതിമ നമുക്ക് അവിടെ ഒന്ന് സ്ഥാപിച്ചാലോ? ഒരു പ്രശ്നവുമില്ല, 100%. ഇത് പച്ച കള്ളമാണ് ഭായി, പച്ച. അതായത് എന്റെ ഭായി, നിങ്ങൾ ഭായി ഒന്ന് കേക്ക്. എന്റെ പൊന്നനിയ ഒന്ന് കേക്ക്. അതൊക്കെ കള്ളം പറയുന്നതാ, നിങ്ങളെ സ്പിരിറ്റ് കയറ്റാൻ വേണ്ടി പച്ച കള്ളം പറയുന്നതാ. ആദ്യം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ, എന്റെ ഭായി ഒന്ന് കേക്ക്, നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി. MT വാസുദേവൻ നായർക്ക് പ്രതിമ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ്. അതായിരുന്നു, പുള്ളിയായിരുന്നു കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്ന വ്യക്തി. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതിമ മാറ്റണോ? ആ പ്രതിമ ഇഷ്ടപ്പെട്ടില്ല. ആ പ്രതിമയുടെ ലുക്ക് ആൻഡ് ഫീല് കൊള്ളൂലെന്ന് പറഞ്ഞു. ആ പ്രതിമയുടെ ലുക്ക് ആൻഡ് ഫീല്. എന്നിട്ട് അവസാനം ഒരു ചർച്ച ചെയ്ത് അവസാനം തൂലിക വെച്ചതാ. മലപ്പുറത്ത് എത്ര അമ്പലങ്ങളുണ്ട്? ഒരുപാടുണ്ട്. പിന്നെ മലപ്പുറത്ത് എന്താ അപ്പുറത്ത് തുഞ്ചത്ത് രാമാനുജന്റെ ഒരു പ്രതിമ വെച്ച പ്രശ്നം? നിങ്ങളെ പറ്റിക്കുന്നതാ. അല്ല, എന്നെ പറ്റിക്കുന്ന ആയിക്കോട്ടെ, ഞാൻ പൊട്ടനായിക്കോട്ടെ, ഞാൻ വിഡ്ഢിയായിക്കോട്ടെ, താങ്കളെ ഞാൻ നാളെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ RSകാരനോ സ്വയംസേവകനോ BJP കാരനോ ആരോ ആയിക്കോട്ടെ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഹിന്ദുവാണ്. താങ്കളെ ഞാൻ എന്റെ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഒരു മൂവ്മെന്റ് നമുക്ക് സംഘടിപ്പിക്കണം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ താങ്കൾ അതിന്റെ അധ്യക്ഷനായിട്ട് മുന്നിൽ വന്നിട്ട് അടുത്ത ഒരു നെക്സ്റ്റ് വരുന്ന ഒരു മന്തില് താങ്കൾ അത് സംബന്ധം ബന്ധപ്പെട്ട് ഈ മന്തില് ജൂണിൽ വരാം. ഏതെങ്കിലും ഒരു അവധി ദിവസം വെച്ചാൽ മതി. അതായത് ശനിയാഴ്ച വല്ലോ വർക്ക് ഇല്ലാത്തൊരു ദിവസം വെച്ചാൽ മതി.
അതായത് ഏത് ദിവസവും ഒരു ശനിയോ ഞായറോ വെച്ച് തരണമെന്ന് മാത്രമേ ഉള്ളൂ. ജൂൺ 15 വെക്കരുത്, അന്ന് ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഡിബേറ്റ് ഉണ്ട്. ഈ ജൂൺ മാസം തന്നെ വെച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അവിടെയാണെങ്കിൽ പോകുമ്പോഴേ ഞാനിപ്പം പിന്നെ നമ്മുടെ വിഷയം അതിലേക്ക് വരാം. അതിന് ഒരു കാര്യം കൂടെ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ താങ്കളെക്കാൾ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ ഏതോ മതക്കാരനായിക്കോട്ടെ, ഏതോ വിശ്വാസം ആയിക്കോട്ടെ, എക്സ് മുസ്ലിം ആയിക്കോട്ടെ, പുള്ളിക്കാരൻ സംഘപരിവാറിനെ വിമർശിക്കാറുണ്ട്. എന്നാ പോലും ഉണ്ടല്ലോ നട്ടലുണ്ട് പുള്ളിക്ക്. കാരണം എന്താ? പുള്ളി മുസ്ലിം വിരോധം പറയുന്നുണ്ട്, നട്ടലുണ്ടെന്ന് പറയുക. ഒന്നുമല്ല, പുള്ളി ഖുർആൻ കത്തിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുവോ ഗീത കത്തിക്കണമെന്ന് പറഞ്ഞാൽ? ബൈബിള് കത്തിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ബൈബിള് കത്തിക്കണമെന്നോ ഒന്നുമില്ല. അത് പുള്ളിക്കാരൻ നിങ്ങളോട് മുമ്പ് ഒരു ഡിബേറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടില് ഖുറാനും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഏത് ഗ്രന്ഥം കത്തിച്ചാലും ജയിലിൽ പോകില്ല. ഏത് ഗ്രന്ഥം കത്തിച്ചാലും ജയിലിൽ പോകും. പേരെന്തായിരുന്നു? ഞാൻ വിട്ടുപോയി, പേര് വിട്ടുപോയി. എന്തായിരുന്നു? വിജേഷ്. എന്റെ വിജേഷെ, ഏത് ഗ്രന്ഥം കത്തിച്ചാലും പോവും. കത്തിക്കൊന്നും വേണ്ട, വെറുതെ താഴെ ഇട്ട് ചവിട്ടിയാൽ ഖുറാനും ബൈബിളും ഗീതയും നമ്മൾ അപമാനിച്ചാൽ നമ്മൾ ജയിലിലാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന ഏത് പിണറായി? IPSC ആണ് ഇത് IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സമിതിയാണ്. ഇനിയും എന്താ ആരിഫ് ഹുസൈൻ പറഞ്ഞെന്നറിയാമോ? മനുസ്മൃതിയുടെ കാര്യമാണ്. മനുസ്മൃതി നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം അല്ല. ഈ മനുസ്മൃതിയൊക്കെ ഹിന്ദുക്കളെ തേച്ചൊട്ടിക്കാൻ തുടങ്ങിയിട്ട് അത് ലെഫ്റ്റ് ലിബറൽസ് അല്ലേ ചെയ്യുന്നത്? താങ്കൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എങ്ങനെയാണ് ഞാൻ ലെഫ്റ്റ് ലിബറൽ ആവുന്നത്? താങ്കളുടെ ചർച്ചയിൽ വന്നിട്ട് ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ അങ്ങ് സ്വയം സേവകനാണ് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നോണ്ട് പറയുക, രാഹുൽ ഈശ്വറാണ്, ആയിക്കോട്ടെ, രാഹുൽ ഈശ്വറാണ് ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത്. രംഗഹരി എന്നുള്ള സ്വയം സേവകനടക്കം ശബരിമല യുവതികളെ കേട്ടോന്ന് പുസ്തകം എഴുതിയ ആൾക്കാരാ. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ തലപ്പത്തിരിക്കുന്ന RV ബാബു ശബരിമലയിൽ ഇന്നും യുവതികളെ കേട്ടോന്ന് അഭിപ്രായമുള്ള ആളാ. അറിഞ്ഞൂടെ? വിളിച്ചു ചോദിച്ചാൽ മതി. ചോദിച്ചോ, രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന് പറഞ്ഞു ചോദിച്ചോ? രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന് പറഞ്ഞു ചോദിച്ചോ? നാളെ രാഹുൽ ഈശ്വറിന്റെ കാല് കഴിയ വെള്ളം ഞാൻ കുടിക്കും. ആണല്ലോ. ഒരു കാര്യം ചെയ്യേ, നമുക്ക് തമ്മിൽ തർക്കിക്കണ്ട, നമുക്ക് ഇപ്പൊ സോൾവ് ചെയ്യാം. താങ്കൾക്ക് അറിവോ നമ്പർ അറിയാമോ? അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. എനിക്ക് നമ്പർ അയച്ചോണ്ട് എന്റെ കയ്യിലുണ്ട്. വേണ്ട, RV ബാബുവിനെ വിളിച്ച് താങ്കൾ RV ബാബുവിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കൂ. ഞാൻ രാഹുൽ ഈശ്വർ TV ചർച്ച ചെയ്തിരുന്നത് ഞങ്ങൾ തർക്കിക്കാറുള്ളതാ. ശ്രീ താങ്കൾ ഇനി ഒന്ന് കേൾക്കൂ. അനിയനൊന്ന് കേൾക്കൂ. അനിയൻ ആദ്യം 1 മിനിറ്റ് ഒന്ന് കേക്ക്. ശ്രീ RV ബാബുവിന്, ശ്രീ TG മോഹൻദാസിന്, BJPയുടെ ഇന്റലക്ച്വൽ ഹെഡായിരുന്നു TG മോഹൻദാസിന് ശബരിമലയിൽ ഇന്നും യുവതികളെ കേട്ടോന്ന അഭിപ്രായം. വിശ്വാസികൾ എതിരായത് കൊണ്ട് ചോദിച്ചു നോക്കിയാൽ പറയും. എന്നെ TV ഇരുന്ന് പുള്ളി ചീത്ത വിളിച്ചിട്ടുണ്ട്. TG മോഹൻദാസ് എന്നെ TV ഇരുന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇവനെ പോലുള്ള പിന്തിരിപ്പന്മാര് കാരണമാണ് ശബരിമല യുവതികളെ കേട്ട കാര്യത്തിനോ? ശബരിമല യുവതികളെ കേറ്റാത്തത് കൊണ്ട് രാഹുൽ ഈശ്വരനെ പോലെ പിന്തിരിപ്പന്മാരാണെന്ന് പറഞ്ഞ് കൈയടിക്കണോ? ഇനി രംഗഹരി ചേട്ടനെ അറിയാമോ? ശ്രീ രംഗഹരി. ഇല്ല, അറിയില്ല. സംഘത്തിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആണ് ശ്രീ രംഗഹരി. പരമേശ്വർജി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആണ് ശ്രീ രംഗഹരി. ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന രംഗഹരി ചേട്ടൻ മരണം വരെ ശബരിമല യുവതികളെ കേട്ടണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങൾ. ഒരു കാരണവശാലും കേറ്റാൻ പാടില്ല. കാര്യം നമ്മുടെ നൈഷ്ഠിക ബ്രഹ്മചര്യ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഷാഹിദ് അഫ്രീദിലേക്ക് തിരിച്ചു വരാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. നമ്മുടെ മോദിജി അടക്കം ആരെങ്കിലും, മോദിജി പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് പുള്ളിക്ക് നിലപാട് എടുക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ. ഏതെങ്കിലും വിദേശകാര്യമന്ത്രിയോ മറ്റോ ഇതിൽ പറയുന്നത് കേട്ടോ? ഇതൊന്നും അല്ല നമ്മുടെ ഇഷ്യൂ. അവിടത്തെ സാധാരണ 2 പാവപ്പെട്ട നമ്മുടെ ആ അസോസിയേഷനിലെ ഹിന്ദുക്കളായ വ്യക്തി അപ്പുറത്ത് ഷാഹിദ് അഫ്രീദിയെ കണ്ടപ്പോൾ, അയ്യോ അഫ്രീദിയല്ലേ ഞങ്ങളുടെ പരിപാടിക്ക് കയറി പോണോന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതിനവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം. അത്രേ ഉള്ളൂ എന്നല്ല. ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ എന്നല്ല, രാജ്യവിരുദ്ധമായിട്ട് ആരെന്ത് ചെയ്തു അതിന് കൃത്യമായിട്ട് അവന്റെ തന്തക്ക് പറയണം. ഈ രാജ്യവിരുദ്ധം എന്ന് പറഞ്ഞ ആരുടെ കാഴ്ചപ്പാടിലാണ്? ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻകാരനല്ലേ? ഈ ഭാരതത്തിനെ സ്നേഹിക്കുന്ന, ഭാരതത്തിന് അമ്മേനെ പോലെ കാണുന്ന ഒരുപാട് ആൾക്കാർ. ആയിക്കോട്ടെ, നല്ലതാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? അത് നമ്മളല്ലേ കാണുന്നത്. വെള്ളിക്കാശിനോട് ഒറ്റിക്കൊടുക്കുന്നവരല്ല. ആ 10 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തവനാണ് ഗോഡ്സെ. പണ്ട് RSS ഉണ്ടായിരുന്നവൻ. ഇപ്പൊ അല്ല. ആരാധിക്കുന്നത് ഗോഡ്സെനെ? ആരാധിക്കുന്നത് പറഞ്ഞു? ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾ ഗോഡ്സെനെ പൂജിച്ചിട്ട് നിങ്ങൾ കണ്ടോ? അല്ലല്ല, ഗോഡ്സെക്ക് RSSന് തീവ്രത പോരാന്ന് പറഞ്ഞ് ഗോഡ്സെ RSS വിട്ടുപോയ ആളാണ്. അഭിപ്രായത്തിൽ, എന്റെ സംഘത്തിന്റെ അഭിപ്രായത്തിലല്ല, വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഗോഡ്സെക്ക് തീവ്രത പോരാ. ഗാന്ധിജീനെ വെടിവെച്ച് കൊല്ലാൻ പോലായിരുന്നു, വെട്ടിക്കൊല്ലണായിരുന്നു. എന്തിനാണ് ഗാന്ധിജി എന്ത് ചെയ്തു? എന്തിനാണോ? മോദിജി അയാളുടെ മറ്റേ പ്രസംഗം, ലാസ്റ്റിലത്തെ അവസാനത്തെ കോടതിയിൽ അയാൾ ചെയ്ത ജഡ്ജ്മെന്റ്
സോറി ജഡ്ജ്മെന്റ് അല്ല, അയാളുടെ പിന്നെ എന്താ പറയുന്നത്, ഗോഡ്സെയുടെ പ്രസംഗം ആ അത് താങ്കൾ വായിച്ചായിരുന്നു? ഞാൻ 100% വായിച്ചിട്ടുണ്ട്. അതിലെ ഗാന്ധിജിയെ കൊല്ല എപ്പോഴാണ് ഒരു കാരണം പറയാം. താങ്കൾക്ക് അത് വായിക്കാനുള്ള അവസരം എപ്പോഴും ഉണ്ടായത്? എന്തുപറ്റി? ഏ? ഗോപാൽ ഗോഡ്സെ അടക്കം എത്രയോ നാൾ മുമ്പ് അത് വെളിയിൽ വിട്ടിട്ടുണ്ട്. ആ വെളിയിൽ വിട്ടത് ഏത് സമയത്തായിരുന്നു താങ്കൾക്ക് അറിയാം? അയ്യോ, അന്ന് തൊട്ടേ ഉണ്ട്. ആ ഡിസ്പുഷൻ അത്ര രഹസ്യമൊന്നുമല്ല. അന്ന് നീ നാഥുറാം ഗോഡ്സെ ബോൾത്താന്ന നാടകം മാത്രമാണ് ബാൻ ചെയ്തത്. നാടകവും ശരി, ഇനി പോട്ടെ. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രപിതാവാണ്. മോദിജി അംഗീകരിക്കുന്നുണ്ടല്ലോ, സംഘം അംഗീകരിക്കുന്നുണ്ടല്ലോ. വിവരാവകാശ പ്രകാരം താങ്കൾ രാഷ്ട്രപിതാവ് എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചത് എന്താ താങ്കൾ ശരി, അങ്ങനെയാണെങ്കിൽ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് സർദാർ പട്ടേലിനെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉൾപ്പെടുത്തിയിട്ടില്ല. നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇതെല്ലാം ആൾക്കാർ ആദരവ് കൊണ്ട് കൊടുക്കുന്നതല്ലേ? ആദരവോട് കൊടുക്കുന്നതിനും ആദരത്തിനും ഒരു പിന്നെ എന്താ പറയാ മാൻഡേറ്ററി ഉണ്ട്. അത് ആ ഒരു ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനാ മോദിജി ലോകം മുഴുവൻ നടന്ന് മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ ആയിക്കോട്ടെ, പുള്ളിയുടെ താല്പര്യം. ഈ ഗാന്ധി സങ്കല്പ യാത്ര സംഘത്തിന്റെ ആൾക്കാരെ കൊണ്ട് നടത്തുന്നത് എന്തിനാ? മോഹൻ ഭാഗവത്ജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സർസംഘ ജാലകം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഗാന്ധിയാണ് കട്ടർ ഹിന്ദു. വെറുതെ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, ഞാൻ ഹോൾഡ് ചെയ്യാം. ഗാന്ധിജിയാണ് യഥാർത്ഥ ഹിന്ദു, ഗാന്ധിജിയാണ് പിന്തുടരുന്നത്. ഒരിക്കലും ഞാൻ എന്നാ അതിന് ഞാൻ തള്ളിപ്പറയും. ഞാൻ പറയും ഗാന്ധി ഒരിക്കലും ഹിന്ദു അല്ല. ശരി, അപ്പൊ എന്തായാലും മോദിജിയുടെ സർസംഘ് ചാലകിന്റെ നിലപാട് താങ്കൾ യോജിക്കാത്താണ്. അയക്കാം. ഇനി ഗാന്ധിജി ചെയ്ത ഒരു തെറ്റ് പറയും. സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ എന്റെ വീട്ടിൽ വരില്ല, കാരണം ഞാൻ യോജിക്കും. മോദിന്റെ തന്തക്ക് ഞാൻ വിളിക്കും. ശരി, ഗാന്ധിജി ചെയ്ത ഒരു തെറ്റ് പറയും. ഗാന്ധിജി ചെയ്ത ഒരു തെറ്റ് പറയും. ഗാന്ധി ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ മുസ്ലിങ്ങൾ അന്ന് പോണ്ടവർ പോയാൽ മതി അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ 1921 പിന്നെ മാപ്പിള കലാപം ഇങ്ങനെ ചെയ്ത ഏറ്റവും വലിയ തോന്നിവാസം അത്. ഗാന്ധിജിയാണോ മാപ്പിള സംഘടിപ്പിച്ചത്? അങ്ങേരെ അതിനെ ഗ്ലോറിഫൈ ചെയ്തില്ലേ? ഗ്ലോറിഫൈ ചെയ്തു. എവിടെ? പിന്നെ തീർച്ചയായിട്ടും ഗാന്ധിജി പറഞ്ഞ എന്താ അറിയാമോ? അവിടെ പല ആൾക്കാരും മതഭ്രാന്ത് എടുത്തത് എന്റെ മനസ്സ് ഓർക്കുമ്പോൾ പിടയുന്നു എന്നാണ്. എന്റെ മനസ്സ് പിടയുന്നു അവിടെ മതഭ്രാന്തിന്റെ കാര്യത്തിന്റെ പേരിൽ. മൊത്തമായിട്ട് വായിച്ചായിരുന്നോ? അയ്യോ, വായിച്ചിട്ടാ പറയണേ. വായിച്ചിട്ടായിരുന്നു. അതിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ? അതിൽ ഒരു വരി ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ളത് ഈ മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങളും ബാക്കിയുള്ളതും വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഗോഡ്സെയുടെ അവസാനത്തെ ആ ഒരു കാര്യങ്ങളും സംഭവങ്ങളും ഇത്ര ലേറ്റ് ആയിട്ട് പുറത്തു വന്നത്? അത് കള്ളമാണ് ഭായ്. ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ഗോഡ്സെ 1944 മുതൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ നോക്കുകയാണ്. 1944 ജൂലൈയിലാണ് ആദ്യമായിട്ട് കൊല്ലാൻ പറ്റാത്തതിൽ എനിക്ക് അത്ര സങ്കടമുണ്ട്. കാരണം വെച്ചാൽ ഗോഡ്സെ ഇന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ അയാളോട് ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഗോഡ്സെ ഒരു ദിവസമെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്താണോ ദേശഭക്തിന്റെ വലിയ കാര്യം? പിന്നെ എന്താണ് മാനദണ്ഡം? ഗാന്ധിജിയെ കൊല്ലുന്നതാണോ? ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണോ ദേശഭക്തി? പിന്നെ എന്താണ്? അതിനുശേഷം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിൽക്കുമ്പോ ഗോഡ്സെ പിന്നെ എന്ത് ചെയ്യണം? 60 കൊല്ലം കോൺഗ്രസ്സുകാർ ഭരിച്ച ഇന്ത്യന്റെ അവസ്ഥ എന്താ? ആയിക്കോട്ടെ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്റെ ചോദ്യം, താങ്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമായിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണോ ഇത്? പിന്നെ എന്താ മാനദണ്ഡം രാജ്യസ്നേഹത്തിന്റെ? പിന്നെ എന്താ മാനദണ്ഡം? ഞാൻ നിലവിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ്. താങ്കൾ ഭാരതീയനായത് ഗാന്ധിജി പ്രവർത്തിച്ചോണ്ടാണ്. ഇല്ലെങ്കിൽ താങ്കൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ സബ്ജക്ട് ആയിരുന്നു. ഞാൻ ചോദിച്ചതേ, ഞാൻ സിമ്പിൾ ആയിരിക്കും ചോദിക്കാം. വിജീഷ് എന്നല്ലേ പേര്? വിജീഷ് സ്വാതന്ത്ര്യ സമരത്തെ കാലത്ത് 1940 ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൂലേ? ഞാൻ അതിന്റെ മറുപടി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഇന്നൊരു ഭാരതീയനാണ്, ദേശസ്നേഹിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അച്ഛനോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് എന്നുള്ളതാണോ അതിന്റെ ഒരു മാനദണ്ഡം? അല്ലാത്തൊരു വ്യക്തിക്ക് ഇവിടെ ദേശസ്നേഹിയാകാൻ പറ്റൂല. ശരി, താങ്കളുടെ മാനദണ്ഡം എന്താ? താങ്കളുടെ മാനദണ്ഡം എന്താ? പിന്നെ എന്ന് പറയുന്ന ഇയാള് ചെയ്തത്രയും കാര്യങ്ങളെ അതാ പറഞ്ഞ ഭായി, ഒരു കാര്യം പറയൂ. ഇയാള് ചെയ്ത അത് ഇതിപ്പോ മൊത്തം പറയണമെന്നുണ്ടെങ്കിൽ മൊത്തമൊന്നും പറയണ്ട. താങ്കൾക്ക് ഗാന്ധിജിയെ ഇഷ്ടമല്ല, ഗാന്ധിജിയെ വെട്ടിക്കൊല്ലണമെന്നായിരുന്നു അഭിപ്രായം. ആയിക്കോട്ടെ, ഗാന്ധിജി ചെയ്ത ഒരു മോശം കാര്യം പറയും. ഗാന്ധി ചെയ്ത ഏറ്റവും വലിയ ഇന്ത്യ വിഭജനത്തിന്റെ മുഹമ്മദ് അലി ജിന്ന ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്ത കാര്യങ്ങൾ തേച്ചു. ഏതാ പറഞ്ഞ ഒരു കാര്യം പറയൂ. എന്താണ് ഗാന്ധി ഇതിപ്പോ നമ്മളിപ്പോ ഡോട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടെന്നല്ല ഈ പറയുന്നത്. പിന്നെ അല്ല, ഗാന്ധിജിയോട് ദേഷ്യം തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ഇന്ത്യ വിഭജനം ഉണ്ടായത് എന്തിന്റെ പേരിലാണ്?
പാകിസ്ഥാൻ ഉണ്ടായത് എന്തിന്റെ എന്തിന്റെ പേരിലാണ്? പേരിലാണ്? മുഹമ്മദ് എന്തിന്റെ അലി ജിന്ന പേരിലാണ്? ഒരു വശത്തു നിന്നും സവർക്കർ മറുവശത്തു നിന്നും ഞങ്ങൾക്ക് ഹിന്ദു രാജ്യം വേണമെന്നും മുസ്ലിം രാജ്യം വേണമെന്നും പറഞ്ഞ് വാദിച്ചു. എന്തുകൊണ്ടാണ് മതസൗഹാർദ്ദം ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഇന്ത്യ വിഭജന വിഭജിച്ചു സമയത്ത് പോയത്. പാകിസ്ഥാനിൽ എത്ര ശതമാനം മുസ്ലിംസ് ഉണ്ടായിരുന്നു? നല്ല ചോദ്യമാണ് കേട്ടോ. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടെന്നുള്ള ചോദ്യത്തിലേക്കല്ലേ വരുന്നത്, അതുകൊണ്ട് നേരിട്ട് അതിന് ഉത്തരം അതെ പറയാം. അതെ പാകിസ്ഥാനിൽ 14% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷം അത് 1.5% കുറഞ്ഞു. അതിന്റെ എവിടെ പോയി കാരണം ഹിന്ദുക്കള്? അതിന്റെ കാരണം ആ 12% ഇന്ത്യയിലോട്ട് വന്നു. ഇതാണ് വേറെ കാരണം. കാര്യം അല്ലാതെ ബാക്കിയില്ല. അപ്പൊ പാകിസ്ഥാനിലെ ആൾക്കാർ അവിടെയുള്ളവരൊക്കെ ഹിന്ദുക്കളെ തേച്ച് കൂട്ടക്കൊല ഇന്ത്യയിലേക്ക് വന്നു. ചെയ്തതല്ല. അവിടെ എത്ര അമ്പലങ്ങൾ ഉണ്ടായിരുന്നു? അമ്പലങ്ങൾ എന്തായാലും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലല്ലോ ഇല്ല, നടന്നിട്ട്. അവിടെ ഇപ്പോഴും അതേപോലെ തന്നെ അമ്പലങ്ങൾ നിൽപ്പുണ്ട്. അന്നത്തെ കലാപത്തിന്റെ സമയത്ത് കുറച്ച് അമ്പലങ്ങൾ നശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്നും അതേ അമ്പലങ്ങൾ അവിടെ അതാണോ? നിന്നിട്ടുണ്ട്. ഇനി രണ്ട്, ആണോ? ഇന്ത്യയിൽ ആ നിന്ന് അമ്പലങ്ങളൊക്കെ 70 അവിടെ ലക്ഷം. ഉണ്ടോ? നമുക്കൊരു ദിവസം താങ്കളുടെ മൊത്തം എന്റെ ചെലവ് ഭായി ഞങ്ങൾക്ക് നമുക്കൊരു ഉണ്ടെന്ന്, ദിവസം പാകിസ്ഥാനിലേക്ക് ഒന്ന് പോയാലോ? എന്റെ ഭായി ആ അമ്പലങ്ങൾ ഉണ്ടെന്ന്. തേച്ച് താങ്കളൊന്ന് കാണിച്ചു തരുമോ? അയ്യോ, പാകിസ്ഥാനിൽ ഇന്നും 100 കണക്കിന് അമ്പലങ്ങളുണ്ട്. ഐ എന്താ റിപ്പീറ്റ്, കഷ്ടം. ഒരു കഴിഞ്ഞ ദിവസം ഒരു സെന്റ് ഒരു കഴിഞ്ഞ കാര്യം ദിവസം ക്രിസ്ത്യൻ വിശ്വസിക്കണ്ട. യുവതിനെ ഒന്ന് തൂക്കിക്കൊല്ലാൻ ഗൂഗിളിൽ വേണ്ടി പോയി സെർച്ച് വിളിച്ചായിരുന്നു. ചെയ്യ്. മതനിന്ദ ആരോപിച്ചിട്ട് താങ്കൾ കേട്ടായിരുന്നു അത്? എന്റെ ഭായി ഒന്ന് ഗൂഗിളിൽ പോയി ഞാൻ സെർച്ച് ആ ചെയ്യ്. പേര് ഗൂഗിളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ക്രിസ്ത്യൻ യുവതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് തൂക്കിക്കൊല്ലാൻ വെച്ചത് ഹൈക്കോടതി റദ്ദ് ചെയ്തതിന് ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു. കണ്ടായിരുന്നാ? ഞാൻ ആ കണ്ടില്ല. പുള്ളിക്കാരന്റെ എവിടെയായിരുന്നു ആ പേര് ഞാൻ വാർത്ത ഒന്ന് ഓർമ്മയില്ല. പറയൂ. എവിടെയാണ് ആ ആ വാർത്ത? പേര് ഞാൻ എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. സെർച്ച് ചെയ്യാം, പുള്ളിക്കാരന്റെ താങ്കൾ പേര് എനിക്ക് പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ ഇപ്പം പോയി. ആ പേരെനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, പേരെനിക്ക് ഓർമ്മയില്ല എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഇല്ലെങ്കിലേ നമ്മൾ ദിവസം എങ്ങനെ സെർച്ച് ചെയ്യും? ഉം. അങ്ങനെ ഇല്ലെങ്കിലേ അപ്പൊ ഞാനിപ്പോ ഇതൊക്കെ എങ്ങനെ അറിയാനാണത്? ഇരുട്ട് കൊണ്ട് എന്റെ ഓട്ടയടക്കുക എന്ന് ഭായി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ നടക്കാത്തൊരു പറ്റിക്കുകയാണ് ഭായി. കാര്യമാണ്. നിങ്ങൾ ഞാൻ സത്യം മനസ്സിലാക്കൂ, പറഞ്ഞാൽ അങ്ങേ പറ്റിക്കുകയാണ്. ഞാൻ സത്യം ഹിന്ദു പറയാം, നിങ്ങളെ സ്പിരിറ്റ് വിചാരിച്ചിട്ട് കേറ്റാനായി പറ്റിക്കുകയാണ്. അങ്ങേ ഹിന്ദു സ്പിരിറ്റ് കേറ്റാനായി. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ആയിക്കോട്ടെ. എവിടെ ഞാൻ പോയെന്ന്? ആരുടെയും പൈസ കണ്ടിട്ട് ഞാൻ പാകിസ്ഥാനിലെ ഇതുവരെ ഹിന്ദുക്കൾ എന്റെ ഇന്ത്യയിലോട്ട് കണ്ണു വന്നു. എന്റെ വിജീഷ എന്റെ ഒന്ന്, കണ്ണ് വിജീഷ് ഇതുവരെ ശ്രദ്ധിക്കല്ല, പൈസ വിജയ അല്ല, കണ്ടിട്ട് ഒരു സെക്കൻഡ് വിജീഷ് കണക്ക്, മഞ്ഞടിച്ചിട്ടില്ല. അല്ലല്ല, ദയവായി ശ്രദ്ധിക്കൂ. വിജീഷ് കണക്കറിയണം. 14%-ൽ 1.5% ഹിന്ദുക്കൾ അവിടെ നിൽക്കുകയും ബാക്കി 12-12.5% ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഇതുപോലെ ഏകദേശം 70 ലക്ഷം എന്നാണ് എന്റെ ഓർമ്മ. 70 ലക്ഷം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോട്ടും പോയി. അല്ലാതെ പാകിസ്ഥാനിലെ ആൾക്കാർ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതല്ല. പാകിസ്ഥാൻ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ എവിടെയാണെന്നറിയാമോ? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലടക്കം പിന്നീട് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാലത്താണ് കൂട്ടക്കൊല നടത്തിയത്. നമ്മളെ സ്പിരിറ്റ് കയറ്റാനും നമ്മുടെ ഉള്ളിൽ ഈ മുസ്ലിം വിരോധം ജനിപ്പിക്കാനും വേണ്ടി വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പറയണ കള്ളമാണിത്. ഇനി പോട്ടെ, മോദിജിയെ വിശ്വാസമാണോ? എന്നെയൊന്നും മോദിജിയെ വിശ്വാസമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണെങ്കിൽ എന്റെ ഭാരതത്തിനെ ഇതേപോലെ പരം വൈഭവന്യതവും ഇതേ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് അത്യുന്നതിലേക്ക് കൊണ്ടുവന്ന മോദിജി എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ആണല്ലോ. മാത്രമാണ്. എനിക്ക് മോദിജി ഇഷ്ടമാണ്. നമുക്ക് ആ കാര്യത്തിൽ യോജിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മോദിജി എന്തിനാണ് BJP-ക്കാരോടും സംഘത്തിലെ ആൾക്കാരോടും ഗാന്ധി സങ്കല്പ യാത്ര എടുക്കണമെന്ന് പറയുന്നത്? എല്ലാരെയും ഗാന്ധി സങ്കല്പത്തിലേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങൾ മസ്റ്റായിട്ട് ഗാന്ധി സങ്കല്പ യാത്ര എടുക്കണമെന്നും RSSന്റെ പുള്ളി പറയില്ല. പുള്ളി ഒരിക്കലും പറയില്ല മസ്റ്റ്. മസ്റ്റ് ഒന്നും ഉറപ്പല്ലേ? RSS കാരണം ഒരാള് മസ്റ്റ് പറയില്ല. കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനാ മോദിജി അങ്ങനെ പറയണേ? പ്രവർത്തിക്കുന്ന എന്നോട് നിങ്ങളത് പറയാൻ പാടില്ല. അല്ല, അങ്ങനെ എന്തിനായിരിക്കും പറയുന്നത്? അങ്ങനെ എന്തിനായിരിക്കും നമ്മുടെ മോദിജി പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പുറകെ പോണോ? അല്ല, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പുള്ളി അല്ല, സ്റ്റിക്കർ എന്റെ വീടിന് മുന്നിൽ വരൂല. അതുകൊണ്ട് അത് മോദിജി അങ്ങനെ പേടിച്ചാണോ? ഞാൻ പറയട്ടെ, മോദിജി അങ്ങനെ പേടിച്ചാണോ? ഞാൻ മോദിജിക്ക് വേണേ മെയിലേക്കും. താങ്കൾ അത് പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ RSSനോട് പറയാൻ പാടില്ല. ഞാൻ അപ്പൊ ധൈര്യമായിട്ട് അങ്ങനെയാണെങ്കിൽ മോഹൻ ഭഗവത്ജി പറയുന്നതോ സർസംഘചാലകിനെ വിശ്വാസമാണോ? സർസംഘചാലക് പറഞ്ഞാലും എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇത് എവിടെയാണ് ഭായി ഞാൻ ചോദിച്ചത്? അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ ജിഹാദി പണമാണെന്നാണോ കരുതുന്നത്? അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം സ്വത്വത്തിനെ, സ്വന്തം സ്വത്വത്തിനെ ഉയർത്തിപ്പിടിച്ചോണ്ടല്ലേ ഗാന്ധിജിയാണ് ആ സ്വത്വം. ഗാന്ധിജിയാണ് ആ സ്വത്വം. നിങ്ങൾ പറയണ ഹിന്ദു എന്ന സ്വത്വം ഗാന്ധിജിയാണ്. സ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടാ ഈ പറഞ്ഞ ഗാന്ധി സ്വത്വമാണ്? പിന്നെ വേറെ ആരോടാ പറയണ്ടേ? ഒരു സ്വത്വമല്ല. പ്രധാനമന്ത്രി സർസംഘചാലകിനെ കാട്ടി കൂടുതൽ എന്ത് സ്വത്വമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങ് RSSകാരനാണല്ലോ, സ്വയം സേവകനാണല്ലോ. അപ്പൊ ഈ RSSന്റെ തലപ്പത്തിരിക്കുന്ന മോഹൻ ഭഗവത്ജിക്ക് ഇന്ത്യയുടെ അടിസ്ഥാനവും ആത്മാവും മഹാത്മാഗാന്ധിയാണെന്ന് പറയുവാണെങ്കിൽ, മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് അയച്ചു തരാമോ? അത് ഹോൾഡി ഇപ്പം തന്നെ ഹോൾഡി നമുക്കത് കട്ട് ചെയ്യരുതേ. ഇപ്പം തന്നെ എന്തിനാ പിന്നെ ഈ ആ പരിപാടിക്ക് എന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് അത് എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതോട് പറയുന്നത്. ഒറ്റ സെക്കൻഡ്, ഏതിലോട്ട് അയക്കണം? ഇതിൽ തന്നെ ഇപ്പം തന്നെ നോക്കിക്കോട്ടോ. ഒരു സെക്കൻഡ്. ഹിന്ദുസ്ഥാൻ ടൈംസ്, പാകിസ്ഥാൻ ടൈംസ് അല്ല, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്തയാണ്. ഒരു സെക്കൻഡ്. താങ്കൾക്ക് കൂടുതൽ പാകിസ്ഥാൻ ടൈംസിന്റെ ആയിരിക്കും കിട്ടുന്നുണ്ടോ? പാകിസ്ഥാൻ ടൈംസിന്റെ ഞാൻ വായിക്കാറുണ്ട്. കാര്യം അന്യരാജ്യം എന്ത് ചെയ്തു എന്ന് അറിഞ്ഞാലേ നമ്മുടെ രാജ്യത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ.
അതെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം അപ്പൊ എന്നൊക്കെ അതുകൊണ്ട് പറയുമ്പോൾ സൂക്ഷിച്ചൊക്കെ പറയണേ, കാരണം ഫണ്ടിങ് ഒക്കെ നിന്ന് എന്റെ രാജ്യമാണ്, നിങ്ങളുടെ രാജ്യം ആയിരിക്കില്ല, ഗോഡ്സേവാദികളുടെ രാജ്യം ആയിരിക്കില്ല. അവർക്ക് 1940 നേപ്പാളിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, നമുക്ക് അറിയാവോ? നോക്കാം. അതറിയാവോ? നേപ്പാളിന്റെ കീഴിൽ ഇന്ത്യ വരണമെന്നും നേപ്പാൾ രാജാവ് ഇന്ത്യയുടെ ചക്രവർത്തി ആകണമെന്നും, കാര്യം അങ്ങേര് ഹിന്ദു ആയതുകൊണ്ടെന്ന് പറഞ്ഞാണ് അന്ന് കുറെ പേര് നിന്നത്. അതുകൊണ്ട് പാകിസ്ഥാനികളും ഉണ്ട്, നേപ്പാളികളും ഉണ്ട്. നമുക്കത് രണ്ടുപേരും വേണ്ട, നമുക്ക് ഇന്ത്യ പോരെ. ഞാൻ അയച്ചിട്ടുണ്ട് SMS, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്ത്യ അല്ല, നമുക്ക് കുറച്ചുകൂടി നമുക്ക് നല്ലത് ഭാരതം എന്ന് പറയുന്നതായിരിക്കും രണ്ടും കുറച്ചുകൂടി നല്ലത്. ഒന്നല്ലേ? ഇന്ത്യയും ഭാരതവും ഹിന്ദുസ്ഥാനും മൂന്നും ഒന്നല്ലേ? ഭാരതവും മൂന്നും നമ്മുടെയാണ്, ഇന്ത്യയും തീർച്ചയായിട്ടും. നമ്മുടെയാണ്, ഹിന്ദുസ്ഥാനും നമ്മുടെയാണ്. ഹിന്ദുസ്ഥാനിലെ വാക്കിനോട് ചോറ് ഇവിടെയും കൂറ യോജിപ്പുണ്ടോ? അവിടെ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചോറ് ഇവിടെയും കൂറ് എവിടെ? വ്യക്തമായിട്ട് നേപ്പാളിലാണോ? നേപ്പാളിൽ നേപ്പാളിലാണോ കൂറ്? അല്ലല്ലോ. നിങ്ങളെ പോലെ ആൾക്കാർ നിൽക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ചിലപ്പോൾ നേപ്പാളായിരിക്കും. ആ കണ്ടോ? അപ്പൊ ഉള്ളിലെ ഹിന്ദുത്വ രാജ്യം ഇന്ത്യ ആകില്ല, ഇസ്ലാമിസ്റ്റ് ഹിന്ദുത്വ രാജ്യം ഇന്ത്യ ആകില്ല, ക്രിസ്ത്യൻ രാജ്യം ഇന്ത്യ ആകില്ല. ഇന്ത്യ ഈ മതസൗഹാർദ്ദ രാജ്യം മാത്രമേ ആവൂ. ഞാൻ അയച്ചു തന്നുണ്ട്, എടുത്തു നോക്കൂ. SMS അയച്ചിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഈ മതസൗഹാർദ്ദം പറഞ്ഞിട്ട് കുറെ അങ്ങോപ്പിച്ച് കൊണ്ടുപോയി, കുറെ ഒരുപാട് മതസൗഹാർദ്ദം അല്ലേ പേരെ മോദിജി പറയണേ? ആ. മോദിജി എന്തിനാ അജ്മേർ പള്ളിക്ക് മോദിജി പട്ട് പറയുന്ന കൊടുത്തയക്കുന്നത്? അജ്മേർ പള്ളിക്ക് മോദി പട്ട് കൊടുത്തയക്കുന്നത് എന്തിനാ? ആഹാ, അത് നമ്മളെ മുന്നേ ഒരു ചർച്ചയിൽ നിങ്ങളെ ഞാൻ കണ്ടായിരുന്നു. അജ്മീർ പള്ളിക്ക് നിങ്ങൾ പിന്നെ മോദിജി കൊടുത്ത അതിന്റെ മറുപടി നിങ്ങൾക്ക് അന്ന് കിട്ടിയില്ലായിരുന്നോ? എന്ത് പറഞ്ഞു? നിങ്ങളുടെ എന്തിനാ ചർച്ചയിൽ കൊടുത്തത്? അന്ന് നിങ്ങൾ ഇതേ ഒരു കാര്യം പറഞ്ഞില്ല, അജ്മീർ എന്തിനാ പള്ളിക്ക് എന്തിനാ മോദി ഇത് കൊടുത്തത് അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഇവിടെ നല്ലതല്ലേ? മോദിജി പഹൽഗാമിൽ വന്നിട്ട് ചെയ്യുന്നത് മുണ്ട് വലിയ പൊക്കി നോക്കിയിട്ട് മാതൃകയല്ലേ? ഇതിന്റെ അറ്റം ചെത്തിയോ നോക്കിയിട്ട് കൊല്ലണം എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ അതല്ല, കൊല്ലുന്ന തീവ്രവാദികളെ ഞാൻ നമ്മൾ ചോദിക്കാം, കൊന്നില്ലേ? ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ മതേതരത്വമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ അവിടെയാണ് ഞാൻ നമുക്ക് ചോദിക്കട്ടെ, മതേതരത്വം വേണ്ട, സിംഗപ്പൂർ ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് എവിടെ അതൊക്കെ മതേതരത്വം വേണ്ട, ഹിന്ദുക്കൾ നിങ്ങൾ നമുക്ക് മതേതരത്വം മതേതരത്വം വേണ്ടേ? വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവിടെയാണ് പ്രശ്നം. നമുക്ക് നിങ്ങൾക്ക് എന്താ മതേതരത്വം അല്ല, നമുക്ക് മതസൗഹാർദ്ദമാണ് വേണ്ടത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിന്റെയും മൂഞ്ചിക്കേണ്ട പരിപാടിയില്ല. എന്താ അതാണ് ഈ നിർത്തേണ്ടത്. ക്രിസ്ത്യൻസിനെ എന്നാ കൂടെ കൂടി തുടങ്ങിയത്? അവലും മലരും ഇന്ന കുന്തിരിക്കവും മറ്റേ ഇന്നലെ കാത്തു ഇന്നലെ പിടിച്ചു നിർത്താൻ രാവിലെയും കൂടെ പറയുന്നത് ഇത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്നലെ കൂടെ ഉറപ്പായിട്ട് കണ്ടു. ആ കുട്ടിയല്ല, കുട്ടിയുടെ അച്ഛനെ എന്തായാലും അറസ്റ്റ് ചെയ്യണം. ഇന്നലെ കൂടെ ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീയെ ആക്രമിച്ചിട്ടിരിക്കുകയാണ്, അറിയാവോ? ഞാൻ ചോദിക്കട്ടെ അല്ല അനിയന, അത് തുറന്നു നോക്കിയില്ലേ? SMS നോക്ക്, SMS നോക്ക്. നിങ്ങൾ മതസൗഹാർദ്ദം പറയുന്ന വലിയ കഥയുണ്ടല്ലോ. ആ, ഇത് ഇവിടെ ഹിന്ദുക്കള് 49% എന്നാകുന്നു അന്ന് തീരുന്ന സൗഹാർദ്ദം ഇവിടെയുള്ളൂ. എന്റെ ഭായി, ഇന്ത്യയിലെ അതിപ്പോ 7 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ല. ഇന്ത്യയിലെ ആയിക്കോട്ടെ, 7 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ല. അവിടെ ഹിന്ദുക്കൾ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള മെജോറിറ്റി ടോട്ടൽ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ല. സഹോദര ഓൾ ഓവർ ഇന്ത്യ എടുക്കും നിങ്ങൾ, ഓൾ ഓവർ ഇന്ത്യ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ്, മിഡിൽ ഈസ്റ്റിലൊക്കെ എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്. അവരാരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ? നമ്മുടെ ദുബായിൽ എത്ര പേര് ഹിന്ദുക്കൾ ജീവിക്കുന്നുണ്ട്? അവരേതെങ്കിലും മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ എന്റെ ഭായി, ജിഹാദി മൈൻഡ് എന്ന് പറയുന്നത് ധർമ്മയുദ്ധം എന്ന അർത്ഥം മാത്രമേ ജിഹാദിനുള്ളൂ. ക്രൂസൈഡ് എന്ന് പറയുന്ന അർത്ഥം മാത്രമേ ജിഹാദിനുള്ളൂ. എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, വിശുദ്ധ യുദ്ധം. ആ ജിഹാദ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൈൻഡ് സെറ്റ് എന്നാണ് അർത്ഥം. അല്ലാതെ ആരിഫ് ഹുസൈൻ പറയുന്ന പോലെ ജിഹാദ് എന്ന വാക്കിന് തെറ്റല്ല. ബാക്കിയുള്ള ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൊത്തം ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ, ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. കാര്യം ഞാൻ പണിയെടുത്താണ് ഇവിടുത്തെ പല ഹിന്ദു കാര്യങ്ങളും ശരിയാക്കിയിട്ടുള്ളത്, ശബരിമല വിഷയം അടക്കം. അന്ന് BJPയും കോൺഗ്രസും ആരും BJPയും കോൺഗ്രസും വരെ ഇറങ്ങിയിട്ട് പോലുമില്ല. BJPയും കോൺഗ്രസും ആരും ഒന്നും ഇറങ്ങിയിട്ട് പോലുമില്ല. നിങ്ങൾ കോളിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ നമ്പർ നിങ്ങൾ മുന്നത്തെ ആ ശബരിമല നടക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ നാണക്കേട്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ശബരിമല ചെയ്യുമ്പോൾ സംഘത്തിലെ എത്രയോ പേര്, അല്ലല്ല ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, സംഘത്തിലെ എത്രയോ പേര് ശബരിമലയെ എതിർത്തിട്ടുണ്ട്, ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. അവരെല്ലാം മോശക്കാരാണോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. മോശക്കാരെന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്റെ 2 നമ്പർ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് വാട്സപ്പ് ചെയ്ത് തരാം. നിങ്ങൾ കോളേജ് ലിസ്റ്റ് ഒന്ന് എടുത്ത് പോയിക്കോ. ആ ലിസ്റ്റിന്റെ അകത്ത് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യം, 7 വർഷം മുമ്പല്ലേ? എങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാകുക? 7 വർഷം മുമ്പല്ലേ? ബാക്കിക്കും 7 വർഷം മുമ്പുള്ള എനിക്ക് നോക്കട്ടെ, എന്റെ USB-ൽ ഞാൻ കോൾ റെക്കോർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അല്ല നല്ലതാണ്. എനിക്ക് സിമ്പിൾ ആയിട്ടൊരു എന്റെ സഹോദര വിജേഷ്, ഞാൻ ഇപ്പൊ എന്നോട് ദേഷ്യം എന്താ? വിജേഷിന്റെ ദേഷ്യം എന്താ? അറസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞാൻ വിളിച്ചു രാവിലെ റിലീസ്. അതിന് വളരെ സന്തോഷം. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഒന്നും നിങ്ങളെ കൂടെ ഉണ്ട്. അന്ന് വളരെ നന്ദി, താങ്ക് യു. അതിന് സ്നേഹം ഉണ്ടാകുന്നുണ്ട്. എന്റെ ഏക ചോദ്യം എന്നോട് തിരിച്ചു പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞു, നിങ്ങളെ പോലുള്ള പ്രാർത്ഥനയും സ്നേഹവും വളരെ സന്തോഷം. എനിക്കതിന് ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടന്നാലും ഈ ഒരു പ്രാർത്ഥന മാത്രം മതി. നിങ്ങൾ പറഞ്ഞത്
വളരെ നന്നായി, സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഞാൻ പക്ഷെ ഒരു കാര്യം ആദ്യം ചോദിച്ചോട്ടെ? വിളിച്ചപ്പോൾ കോൾ എടുത്ത് വേറൊരാളാണ്, അതിനുശേഷം നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ആയിരിക്കും, എന്റെ 2 നമ്പർ ആയിരിക്കാം, നല്ല കാര്യം. ഞാൻ എന്റെ വിജേഷിനോട് ചോദിച്ചത് പക്ഷേ ഇന്ന് നിലവിൽ അല്ല, ഒരു നിങ്ങൾ സെക്കൻഡ്, തീർത്തും ഞാൻ എടുത്ത ഏത് ഹിന്ദുത്വ നിലപാടാ വിജേഷിന്? രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാട്. ഏത് ഇന്നിപ്പോ നിലപാടാ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ഉദാഹരണം പറയാമോ? കാര്യം ഉദാഹരണം പറയാൻ ഞാൻ എങ്ങനെയാണ് കറക്റ്റ്? ഇപ്പൊ ഷാഹിദ് അഫ്രീദ് ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇതിൽ എന്റെ നിലപാട് പറഞ്ഞു. വേറെ ഏത് വിഷയത്തിലാണ് അനിയൻ എന്നോട് എന്ത് വിഷയത്തിലാണ് നിങ്ങൾ ജിഹാദി അനുകൂലമായിട്ടുള്ള എന്റെ ഭായി? ജിഹാദി എന്നൊരാളില്ല. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും ഹിന്ദുത്വ തീവ്രവാദികളും ഉണ്ട്. ഗോഡ്സെ ഒരു തീവ്രവാദിയാണ്. ഗോഡ്സെ എന്ന തീവ്രവാദിയെ ഇന്ത്യ മഹാരാജ്യം തൂക്കിക്കൊന്നതാണ്. ഇന്ത്യ ആദ്യം തൂക്കിക്കൊന്ന തീവ്രവാദി ഗോഡ്സെയാണ്. ആ ഗോഡ്സെ എതിർക്കുന്നതാണ് മോഹൻ ഭഗവത്ജിയും മോദിജിയും അടക്കം. ഗാന്ധിയാണ്. അല്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഗാന്ധിജിയെ വെട്ടിക്കൊല്ലണമായിരുന്നു എന്ന്? തീർച്ചയായിട്ടും. കാരണം ഇന്ന് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഗോഡ്സെനെ എതിർക്കുന്ന അതേ കാര്യം തന്നെ എനിക്ക് പുള്ളിനെ അയ്യോ, ഞാൻ ഗോഡ്സെ എതിർക്കുന്നത് ഗോഡ്സെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ഹിന്ദുക്കൾക്ക് ഗുണമുള്ള ഒരു കാര്യവും ചെയ്തില്ല, ഏക പണിയെടുത്തിരുന്ന മഹാത്മാഗാന്ധിയെ കൊന്നു എന്നുള്ളതുകൊണ്ടാണ്. താങ്കൾ എന്തുകൊണ്ടാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനത് ചോദിക്കുന്നത് റോങ് ആയിട്ടില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യാനും പാടില്ല. ഒരിക്കലുമില്ല, ധൈര്യമായിട്ട് ചോദിച്ചു. പക്ഷെ ഉത്തരം കൂടെ കേൾക്കണം, അത്രേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അയ്യോ, എന്റെ പിതാവല്ല, എന്റെ പിതാവിന്റെ പിതാവ്. ഉറപ്പായിട്ടും പിതാവെന്ന് പറഞ്ഞാൽ പിതാവെന്ന് ജനിച്ചിട്ടില്ല. 1947 പിതാവ് ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിതാവെന്ന് സ്വാതന്ത്ര്യ സമരം ഇല്ലായിരുന്നു. ഒരാൾ അതേപോലെ തന്നെയാണ്, ഒരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ആദരിക്കുക. ഇപ്പൊ മോദി അങ്ങനെ പറഞ്ഞു, മോദി ഇങ്ങനെ ചെയ്തു, മോദിനെ ഇപ്പൊ ആദരിക്കണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പങ്കെടുക്കില്ല. എനിക്ക് ഉറപ്പുണ്ട് വിജേഷം പങ്കെടുക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ഗാന്ധിജിക്കെതിരെ ഞാൻ നിൽക്കുമായിരുന്നു. എന്തിന്? അയാൾ ചെയ്ത കാര്യങ്ങൾ ഒരു കാര്യം പറയൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതേ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. ഏത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചത് അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ഇപ്പൊ എന്നോടുള്ള ഒരു എതിർപ്പുള്ള വിഷയം ഷാഹിദ് അഫ്രീദിയാണ്. ഞാൻ മനസ്സിലാക്കി. വേറെ വിഷയങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള അപ്പൊ ഒരു വിഷയം കൂടെ പറയൂ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എന്തായിരുന്നു എന്ത് കുടുംബം താഴ്മൺ എന്ത് കുടുംബം? ഞാൻ എടുത്ത നിലപാടിലെ തെറ്റുകൊണ്ട് അങ്ങേക്ക് എന്നോട് തോന്നുന്ന ദേഷ്യം ഏത് വിഷയത്തിലാണെന്നൊന്ന് പറയും. അല്ല, ഒരു അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് താങ്കൾ എടുക്കുന്ന എന്തായി 1.5 വർഷത്തിന്റെ കണക്ക്? എന്തായി 1.5 വർഷത്തിന്റെ കണക്ക്? എന്തായി 1.5 വർഷത്തിന്റെ കണക്ക്? 1-2 വർഷമായിട്ട് താങ്കൾ എടുക്കുന്ന നിലപാടുകൾ എന്റെ ഭായി 2017 ഞാൻ അഖില ഹാദിയ വിഷയത്തിൽ ഇടപെട്ടത്. 2018 അശോകന്റെ വീട്ടിൽ പോയി താങ്കൾ ചെയ്ത കോപ്രായത്തൊക്കെ എന്ത് കോപ്രായമാണ്? എന്റെ നിലപാടിനോടല്ലേ മോദിജിയുടെ NIA ചേർന്ന് നിന്നത്? രാഹുൽ ഈശ്വർ എടുത്ത നിലപാടല്ലേ സാക്ഷാൽ മോദിജിയുടെ NIA എടുത്തത്, സുപ്രീം കോടതി എടുത്തത്? സഹോദര, മോദിജി ഇവിടെ അവസാന വാക്കാണെന്ന് ആരാ പറഞ്ഞത്? പിന്നെ ആരാണ് അവസാന വാക്ക്? അത് ശരി, മോദിജി അല്ല. നമുക്ക് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഹിന്ദുക്കളായിട്ട് ആദർശങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ ഭായി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സെന്റ്. രാഹുൽ ഈശ്വർ എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിനോടുള്ള വിയോജിപ്പാണല്ലോ നമുക്ക് തമ്മിൽ വ്യക്തിപരമായി അറിയില്ല, ശരിയല്ലേ? ഞാൻ എടുത്തൊരു നിലപാടിനോടുള്ള ദേഷ്യമാണ്. വിജേഷിനോട് ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ ചോദ്യം, മോദിജിക്ക് ഈ നിലപാടിനോടാണ് യോജിപ്പ്, NIAക്ക് ഈ നിലപാടിനോടാണ് യോജിപ്പ്, സുപ്രീം കോടതിക്ക് പറഞ്ഞോ? പിന്നെ അഖില ഹാദിയ വിഷയത്തിൽ മോദിജി പിന്നെ അല്ല, എന്നാ പിന്നെ NIA ഞാൻ എടുത്ത നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലാതെ ഒരു അവരുടെ അനുമതി ഇല്ലാതെ എന്തെങ്കിലും നിലപാടെടുക്കൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. NIA സ്വതന്ത്രമായ ഏജൻസിയാണ്. അയ്യോ, ആരാ പറയണേ ഇതൊക്കെ? ഭായി, എന്തൊക്കെയാ പറയുന്നത്? NIA എങ്ങനെ സ്വതന്ത്രമായ ഏജൻസി ആവും? NIA ഹോം ഡിപ്പാർട്ട്മെന്റ് താഴെയല്ലേ? NIA ഹോം ഡിപ്പാർട്ട്മെന്റ് താഴെ നിൽക്കുന്നൊരു ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്റെ ഭായി എങ്ങനെയാ NIA അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നല്ല പോട്ടെ. അതായത് പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി? നാളെ പിണറായി വിജയനെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യൂ? പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാര്യം ആ ആഭ്യന്തര വകുപ്പിന്റെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. പോട്ടെ, ഇനി പോട്ടെ. താങ്കൾ പറയുന്ന വാദത്തിന് വേണ്ടി എടുത്തു നിന്നിരിക്കട്ടെ. NIAക്കാര് രാഹുൽ ഈശ്വർ അഖില ഹാദിയയുടെ നിലപാടിലെടുത്ത കാര്യം എന്തിനാ യോജിക്കുന്നേ? സുപ്രീം കോടതി എന്തിനാ യോജിക്കുന്നേ? ഭായി, ആ കുട്ടി മതം മാറി. ഞാൻ പരമാവധി അവളോട് മതം മാറണമെന്ന് പല വട്ടം പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു, പുസ്തകം കൊടുക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? മതം മാറി എന്ന് പറഞ്ഞു കൊല്ലാൻ പറ്റുമോ? നമ്മൾ ISIS അല്ലല്ലോ. മതം മാറി എന്ന് പറഞ്ഞു ഒരുത്തേ കൊല്ലാൻ പറ്റുമോ? പരമാവധി ഞാൻ ഡിസ്കറേജ് ചെയ്തു. എന്ന് താങ്കൾ അറിയണം, പോപ്പുലർ ഫ്രണ്ടുകാരാണ് എനിക്കെതിരെ സുപ്രീം കോടതി പോയത്. പോപ്പുലർ ഫ്രണ്ടുകാർ രാഹുൽ ഈശ്വറിനെതിരെ സുപ്രീം കോടതിയിൽ പരാതിയായിട്ട് പോയി. അവസാനം സുപ്രീം കോടതിയിൽ എന്റെ അഡ്വക്കേറ്റ് എണീച്ചെന്ന് വാദിച്ചാണ് എനിക്ക് അനുകൂലമായ സാധനം എനിക്കെതിരെയുള്ള പരാമർശങ്ങൾ നീക്കിയത്. അനി ആ സ്പിരിറ്റ് കേട്ടാൻ പറയുകയാണ്,
നിങ്ങളെ ഇപ്പൊ തുഞ്ചൻ പറമ്പിന്റെ കാര്യം മാത്രം എന്നെ വിശ്വസിക്കണ്ട, ആരോടെങ്കിലും ഒന്ന് ചോദിക്ക്. തുഞ്ചൻ പറമ്പിൽ ഓൾറെഡി ഒരു പ്രതിമ ഉണ്ടാക്കിയത് നമ്മുടെ എം ടി വാസുദേവൻ നായർ അടക്കമുള്ളവർക്ക് കലാഭംഗി ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പകരം അവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പേനയും തൂലികയും മതി, അതിന് മുസ്ലിമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കള്ളം പറയുക. ഇനി ഒരു വരി കൂടെ ചോദിക്കാം, ഇതും കൂടെ 1 മിനിറ്റ് ഒന്ന് കേൾക്കാമോ? ഇത്രയും നേരം ഞാൻ എന്നോട് സംസാരിച്ചല്ലോ, ഞാൻ ഇനി 1 മിനിറ്റ് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാം. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. എവിടെയാന്ന് പറയാം? ഇന്ത്യയില് അത് മലപ്പുറമല്ല, പത്തനംതിട്ടയാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഓരോ വർഷവും പത്തനംതിട്ടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുംഭനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പ്രേത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രേത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ 2 കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് റെഡിയായി പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മുടെ കൊല്ലമാണ്. കൊല്ലത്തെ ഹിന്ദുക്കളിലാണ് ഏറ്റവും ആത്മഹത്യ. നമ്മുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ച. നമ്മുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ പ്രശ്നം. ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലമോ ഒന്നുമല്ല. നമ്മൾ ഈ ശത്രുവിനെ ആവശ്യമില്ലാതെ തെരയുകയാണ്. ഇനി 2, എന്നെ വിശ്വസിക്കേണ്ട, RSലെ വത്സൻ തില്ലങ്കേരി അടക്കം വിശ്വാസമാണല്ലോ. ഞാൻ വത്സൻ തില്ലങ്കേരി ജിയോടക്കം ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇടയിലെ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം, ജനസംഖ്യാ തകർച്ച, ഇതൊക്കെയാണ് നമ്മൾ ഹിന്ദുക്കളുടെ ശരിക്കുള്ള പ്രശ്നം. ഇനി ഒരു വരിയും കൂടെ എടുക്കൂ, അതിനുശേഷം ഞാൻ സംസാരിച്ചു. ഒറ്റ വരിയും കൂടെ എടുക്കൂ. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഒറ്റ വരിയിൽ ഒരു ചോദ്യത്തിലും പറയാം. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് അവരുടെ പള്ളിയിൽ? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത്? നമ്മൾ ആഴ്ചയിൽ ഏത് ദിവസം ഒരുമിച്ച് കൂടുന്നത്? ഈ ഒരുമിച്ച് കൂടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെതിരെ ഫസ്റ്റ് ഇറങ്ങുന്ന ആരാ? കമ്മ്യൂണിസ്റ്റുകാരും തീവ്ര ഇടതുപക്ഷക്കാരും. ആണോ? അതെ. അവരുടെ പിന്നെ അതേ ലൈനിലല്ലേ നിങ്ങളിപ്പോ നിലവിൽ? അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയൂ. അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയൂ. ഞാൻ പറയും. ഞാനിപ്പം പിന്നെ ഞാൻ ഈ പറയുന്ന ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കാൻ, എന്റെ പോയിന്റ് തീർന്നില്ല. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചോ. എന്റെ ആ പോയിന്റും തീർത്തോട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗമില്ല. ഇത് കാരണമാണ് നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരസ്പരം സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒന്നും ഇല്ലാത്ത. ദുബായ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, അല്ലേ? വെളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം വർക്ക് ചെയ്താൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ദുബായിലോ അമേരിക്കയിലോ പോയാൽ കൂടെയുള്ള 5ഓ 10ഓ പേരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകും. നമ്മൾ ഹിന്ദുക്കൾ, നമ്മളടക്കം എല്ലാവരും, നമുക്കങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവാറില്ല. നമ്മളെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ കൊണ്ടുപോകാനോ ഉണ്ടാവാറില്ല. ഒരു മുസ്ലിം ദുബായി ചെന്ന് നന്നായാൽ അവൻ നാട്ടിൽ കുറച്ച് കാശ് അയച്ചു കൊടുത്തിട്ട് നിങ്ങളെല്ലാം ബിസിനസ് ചെയ്ത് നന്നാവാൻ അവരുടെ സ്വന്തം ആൾക്കാരോടും, ക്രിസ്ത്യാനികൾ അവരുടെ സ്വന്തം ആൾക്കാരോടും പറയും. നമ്മളെ ആരെങ്കിലും അങ്ങനെ സഹായിക്കുന്നതും മറ്റും കണ്ടിട്ടുണ്ടോ? കാരണം നമുക്ക് വേണ്ട രീതിയിൽ ഒരു ആത്മീയ പഠനമില്ല, ഐക്യമില്ല. ഇനി ഈ ഒരു വരി കൂടെ പറഞ്ഞു കഴിഞ്ഞ് അടുത്തൊരു 3 മിനിറ്റ് ഞാൻ മിണ്ടില്ല, സാറ് സംസാരിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച ഇല്ല. ഇത് കാരണം വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, നമ്പൂതിരിയെ, പുലേനെ, പറയനെ, ആദിവാസിയെ, അമ്പലവാസിയെ എല്ലാം ഒന്നിപ്പിക്കാൻ അപ്പുറത്ത് മുസ്ലിം ഉണ്ട്, മുസ്ലിം ശത്രു ഉണ്ട് എന്നൊരു കള്ളക്കഥ നമ്മളോട് പറയുകയാണ്. അപ്പുറത്ത് മുസ്ലിങ്ങൾ നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നു എന്നൊരു കള്ളത്തരം നമ്മളോട് പറയുകയാണ്. നമ്മളെ എങ്ങനെങ്കിലും മറ്റവന്മാർ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് കള്ളം പറയുകയാണ്. അങ്ങനെയാണ് 32,000 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേരള സ്റ്റോറി ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോദിജിയെ കളിയാക്കുന്ന പോലല്ലേ അത്? 32,000 പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മോദിജിയെയും അമിത്ഷായെയും അജിത് ഡോവലിനെയും കളിയാക്കുന്ന പോലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ 32,000 പേരെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേരള സ്റ്റോറി കണ്ടു കാണുമല്ലോ, സിനിമ. ഞാനും കണ്ടു, എനിക്ക് ഇൻവിറ്റേഷൻ ഫസ്റ്റ് ഡേ പോയി. നമ്മുടെ മോദിജിയെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? പക്ഷെ ഇത് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്നറിയാമോ? അപ്പുറത്ത് ആരോ നമ്മളെ ഇല്ലാതാക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞു. അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? 14. കേരള സ്റ്റോറി പറയുന്നത് ഏത് വർഷമാണ്? ഈ കഴിഞ്ഞ വർഷങ്ങളിലല്ലേ? കേരള സ്റ്റോറി സ്റ്റാർട്ടിങ് പറഞ്ഞത് ഏത് വർഷമാണ്? ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിമിഷ ഫാത്തിമയും സോണിയ VS അച്യുതാനന്ദൻ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? VS എന്താ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പറഞ്ഞു ഉണ്ടല്ലോ. ആ സമയത്ത് മോദിജി ആയിരുന്നു പ്രധാനമന്ത്രി. ഭായി എന്താ പറഞ്ഞ VS ഒന്ന് പറയൂ. അല്ല, ആ സമയത്ത് മോദിജി ആയിരുന്നു പ്രധാനമന്ത്രി.
വി എസ് ഏത് വർഷം ഇത് വി പറഞ്ഞു എസ് ഓർമ്മയുണ്ട്? പറഞ്ഞത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഏത് വി എസ് വർഷമാണ് പറഞ്ഞു? പറഞ്ഞ ആ ഒരു ടൈമില് മോദിജി ആയിരുന്നോ പ്രധാനമന്ത്രി? അതാ പറഞ്ഞത്, വി എസ് അച്യുതാനന്ദൻ ഏത് വർഷമാണ് പറഞ്ഞതെന്ന് അറിയാവോ? വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന വർഷമായിരുന്നു. ശരി, അത് ഏത് ഓർമ്മയുണ്ടോ? വർഷമായിരുന്നു? പറഞ്ഞു. അതിനെപ്പറ്റിയല്ല നമ്മളെ ചർച്ച. അതുകൊണ്ട് മോദിജീനെ നാണം കെടുത്തുന്നു, അമിത്ഷാനെ നാണം കെടുത്തുന്നു, അജിത് ഡോവലിനെ നാണം കെടുത്തുന്നു, അതല്ല വിഷയം. നിലവിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് BJP-കാരൻ ഇല്ല എന്ന് പറഞ്ഞാലും, സുപ്രീം കോടതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, RSS സർസംഘചാലക ഇല്ല എന്ന് പറഞ്ഞാലും നിലവിൽ ആ സംഭവം ഉണ്ട്. നാർക്കോട്ടിക് ജിഹാദ്, എന്ന് അങ്ങയോട് ആര് പറയുന്നു? എന്റെ അനുഭവങ്ങളിലും എന്റെ നാർക്കോട്ടിക് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഒരു അനുഭവം പേരൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞില്ല, പേരൊന്നും പറയണ്ട, പേരൊന്നും പറയണ്ട. എന്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ല, കണ്ണൂരിൽ ആറളത്തുള്ളത് ഒരു സഖാവ്. ഞാൻ ഇപ്പൊ RSS-ഉമായിട്ട് വിഘടിച്ച് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചൊരു അകൽച്ചയിൽ നിൽക്കുന്നതാണ്. പിന്നെ നമ്മളെ പ്രതീഷ് വിശ്വനാഥിന്റെ ഹിന്ദു ഹെൽപ്പ് ലൈൻ, ഹിന്ദു സേവാ കേന്ദ്രം. ഈ പ്രതീഷ് ഏട്ടനും ശ്രീനാഥ് പത്മനാഭൊക്കെ എന്റെ വീട്ടിൽ വന്ന ആളാണ്. എനിക്കറിയാം. ഞാൻ എനിക്ക് ശ്രീനാഥിനെയാണ് ജയിലിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീനാഥ്, ശ്രീരാജ് കൈമളൊക്കെ ജയിലിൽ എനിക്ക് ശ്രീരാജിനെയാണെന്ന് തോന്നുന്നു, സോറി പേര് മാറിപ്പോയി, സോറി. ശ്രീരാജും നമ്മളെ പ്രതീഷ് ഏട്ടനും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഇരിട്ടിക്കടുത്തുള്ള സ്ഥലവും ഞാൻ പറയുന്നില്ല, ആളെ പേരും എനിക്ക് പറയാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പേഴ്സണൽ ആയിട്ട് ഞാൻ വിളിച്ചു. അവിടെയുള്ളത് ഒരു സഖാവിന്റെ മകള് ഇതേപോലെ ഇരിട്ടി പ്രദേശത്തുള്ള ഒരു മുസ്ലിം SDP-കാരനുമായിട്ടുള്ള ഒരു ബന്ധം വന്നിട്ട് ഇതേ ഒരു സംഭവം ഈ നിങ്ങൾ ഈ പറഞ്ഞ അഖിലഹാദിയ വിഷയത്തിലായാൽ പോലും എന്ന് പറഞ്ഞ പോലെ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് നിങ്ങളെ ഇനിയിപ്പോ ഞാൻ മറ്റേ സർസംഘചാലക് മോഹൻ ഭാഗവത്ജി പറഞ്ഞാൽ പോലും ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയും. ഒരു വരി പറഞ്ഞു. അങ്ങനെ 3 ഒറിജിനൽ ഡോക്യുമെന്റഡ് സംഭവങ്ങളുണ്ട്. അതാണ് നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ. ഇവര് 3 പേരും ഇന്ന് ഇന്ത്യയിലില്ല. അവർ അഫ്ഗാനിസ്ഥാൻ, അവരാണ് ഈ കേരള സ്റ്റോറിയിലെ നായികമാർ. മറ്റേ ആറ്റുകാല് ജനിച്ചു വളർന്ന ഈ നിമിഷ ഫാത്തിമയുടെ അമ്മയാണ് നമ്മുടെ ആ ബ്യൂട്ടീഷ്യനൊക്കെ. അവരെയൊക്കെ ഞാൻ പേഴ്സണലി പലവട്ടം കണ്ടു. അങ്ങനെ ഏകദേശം 101 പേര് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവര് 3 പേരും കൂടാതെ ഉണ്ട്. പക്ഷേ ഈ 101 പേര് നമ്മുടെ 1 കോടി മുസ്ലിങ്ങൾ ഉള്ളത് 100 പേരല്ലേ അങ്ങനെ പോകുന്നത്? ആ ഒരാൾ പോയാൽ പോലും തീക്ഷണമാണ്, ഇല്ലെന്നല്ല. പക്ഷെ അതിനെ 32,000 എന്ന് കള്ളം പറയുന്നതിൽ അർത്ഥമുണ്ടോ? നമ്പർ ഇമ്പോർട്ടന്റ് അല്ലേ ഭായി? 32,000 എന്ന് പറയുന്നത് 32,000 എന്ന് പറയുന്നത് എന്ത് വലിയ കള്ളമാണ്. നിങ്ങൾ നേതാക്കന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോ അത് ജസ്റ്റ് എ നമ്പർ. അവിടെയാണ് ഭായി അറിഞ്ഞിരിക്കേണ്ടത്. ഇത് താങ്കളുടെ മനസ്സിൽ അങ്ങ് ലെഫ്റ്റ് ലിബറൽസിനെതിരെ സംസാരിക്കുക. രാഹുൽ അമ്മ വിളിക്കുന്നുണ്ട് മറ്റേ ഫോണിൽ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അമ്മ ഞാൻ വിട്ടില്ലമ്മ, ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ഉള്ളി, തക്കാളി, പിന്നെ ഉപ്പ്, വേറെന്തേലും വേണ്ടേ? വെളിച്ചെണ്ണയാ? ഞാനിതാ ഷോപ്പിലുണ്ട്. ഹലോ, വെളിച്ചെണ്ണ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാം. ബാക്കിയുള്ള ഉള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ വരുന്നാമേ വേഗം വരാം. അപ്പൊ ആദ്യം അമ്മയോട് അന്വേഷണവും പ്രണാമവും പറയുക. 2, അനിയ അങ്ങനെ 32,000 പേര് പോയി എന്ന് കള്ളം പറയുന്നത് അനിയനെ സ്പിരിറ്റ് കയറ്റാനാണ്. ഈ സ്പിരിറ്റ് അതല്ലല്ലോ, നമുക്ക് അറിഞ്ഞൂടെ? പ്രൊപ്പഗാൻഡ വെച്ച് പറഞ്ഞാണല്ലോ. ഒരു കാര്യം കൂടെ താങ്കളടക്കം. ഇനി 2, ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ലെഫ്റ്റ് ലിബറൽ അല്ല. ഞാനാണ് MF ഹുസൈനെതിരെ കോടതിയിൽ പോയി, ഞങ്ങളുടെ ടീമാണ് ഹൈക്കോടതിയിൽ പോയി MF ഹുസൈന് അവാർഡ് ക്യാൻസൽ ചെയ്യിച്ചത്. RSSകാരല്ല. രാഹുൽ ഈശ്വറിന്റെ ടീമുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി MF ഹുസൈൻ നമ്മുടെ ഹിന്ദു ദേവീദേവന്മാരെ അപമാനിച്ചു, അതുകൊണ്ട് അവാർഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചെയ്തത്. ഞാനാണ് മകരവിളക്കും മകരജ്യോതിയും തമ്മിലുള്ള വ്യത്യാസം ക്ലാരിഫൈ ചെയ്തത്. കഴിഞ്ഞ 10-15 വർഷമായി എത്രയോ ഹിന്ദു കേസുകൾ നടത്തുന്നു. എൻ്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമുക്ക് ഈ മുസ്ലിം വിരോധം വേണ്ട. ഈ മുസ്ലിം വിരോധം ഇല്ലാതൊരു ഹിന്ദു സ്നേഹം പറ്റൂലേ നമുക്ക്? ഒരിക്കലും മുസ്ലിം വിരോധം, ജിഹാദി വിരോധമുണ്ട്. അവിടെയാണ് ജിഹാദി അല്ല, അതിന്റെ കൃത്യം പേര് ഇസ്ലാമിസ്റ്റ് എന്നാണ്. ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്നവൻ. അവനാണ് ഒസാമ ബിൻ ലാദൻ. കറക്റ്റ്, പൊളിറ്റിക്കൽ ഇസ്ലാം, കറക്റ്റ്, 100%. അതിനെ ഇസ്ലാമിസം എന്നാണ് പറയുന്നത്, ജിഹാദ് എന്നല്ല. ഇനി എന്തുകൊണ്ടല്ലെന്നറിയാമോ? മോദിജിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൽ ഒന്നാണ് MJ അക്ബർ. മോദിജിയുടെ മന്ത്രിയായിരുന്നു. മോദിജിയുടെ മന്ത്രി പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധിയാണെന്നാണ്.
ലോക ചരിത്രത്തിൽ ആദ്യം ആയിട്ട് ഒരു അമുസ്ലിം ധർമ്മയുദ്ധം ജിഹാദ് മുസ്ലിം കോണ്ടെക്സ്റ്റിൽ നടത്തുന്നത് മഹാത്മാഗാന്ധി എന്നാണ്. ഇനി അനിയന് ഒരു ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനും എനിക്കറിയാം അത് അംഗീകരിക്കും. കാരണം വെച്ചാൽ ഏറ്റവും വലിയ ജിഹാദി അയാളാണ്. ജിഹാദിയാണ്, പക്ഷെ ആ ജിഹാദ് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പിന്നെ ആ ജിഹാദ് കൊണ്ടാണ് ഇന്ത്യക്ക് അയാൾ സ്വാതന്ത്ര്യം എന്ത് കിട്ടിയത്. ത്യാഗമാണ് ചെയ്തത്? അയാൾ എന്ത് ത്യാഗം എന്റെ ഭായി, ചെയ്തത്? ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മുടെ നാടിന് വേണ്ടി പിന്നെ പ്രവർത്തിച്ച നമ്മുടെ കോപ്പാണ്. രാഷ്ട്രപിത പിന്നെ നേതാജിയെ കോപ്പാണ്. ഇഷ്ടമാണോ? രാഷ്ട്രപിതാവ് നേതാജിയെ നമ്മുടെ ഇഷ്ടമാണോ? ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇയാള് ഉണ്ട് രാഷ്ട്രപിതാവ്. ഭായി, ഉണ്ട്. നമ്മുടെ ഭരണഘടനയുടെ എവിടെ? ആദ്യ കൈയെഴുത്ത് ഞാൻ പ്രതി. നിങ്ങള് അയ്യോ, ഞാൻ പറഞ്ഞുതരാം. പത്തനംതിട്ടയല്ലേ സ്വദേശം? താങ്കൾ പത്തനംതിട്ട. ഞാൻ നാളെ നിങ്ങളെ ഞാൻ പഞ്ചായത്തിലേ വരാം. വേണ്ട, അല്ല, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ഭായി, അത്രയൊന്നും ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇപ്പൊ അയച്ചു തരാം നിങ്ങളുടെ വാട്സപ്പിലേക്ക്. ഇപ്പൊ ഞാനതാ പറഞ്ഞു, ഇപ്പൊ ഒന്ന് കേക്ക്, അനിയൊന്ന് കേക്ക്. ഇത്രയൊന്നും വന്ന് ബുദ്ധിമുട്ടണ്ട. ഇതൊക്കെ നിങ്ങളെ ഫീഡ് ചെയ്യുന്നതിന്റെയാണ്. ആണെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ കൈയെഴുത്ത്. ഞാൻ പറയട്ടെ, നമ്മുടെ ഉണ്ട്. അതാവുന്ന കേക്ക്. ഇനി അത് ഉണ്ടെന്നല്ലേ പറയണേ? എനിക്കറിയാലോ, ഭരണഘടനയുടെ ആദ്യ കൈയെഴുത്ത് പ്രതിയിൽ, ഭരണഘടന ആദ്യമായിട്ട് എഴുതിയ കയ്യെഴുത്ത് പ്രതിയിൽ എല്ലാ പേജിലും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീരാമന്റെ ചിത്രം ഉണ്ടായിരുന്നു, ലക്ഷ്മണന്റെ ചിത്രമുണ്ട്, സീതാദേവിയുടെ ചിത്രമുണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുടെ ചിത്രമുണ്ട്. അതിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മഹാത്മാഗാന്ധിയുടെ, അല്ലെങ്കിൽ ആ പേജിൽ സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ആദ്യമായി രാഷ്ട്രപിതാവേ, ഫാദർ ഓഫ് ദി നേഷൻ എന്ന് വിളിക്കുന്ന ചിത്രം അടക്കമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ ഇഷ്ടമാണോ? എനിക്ക് അയാളോട് വെറുപ്പുള്ളൂ. സുഭാഷ് ചന്ദ്രബോസിനെ ഇഷ്ടമാണോ? അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഒരു തരത്തിലും യോജിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ സുഭാഷ് ചന്ദ്രബോസും രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധിയെ വിളിക്കുന്നത്, മോദിജി രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കുക, 300 സീറ്റോടുകൂടി ഇന്ത്യ ഭരിക്കുകയാണ് മോദിജി. മോദിജി എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നത്? ആ മനുഷ്യനാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. അയാളെ എങ്ങനെ സംബോധന ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം എന്റെ. അതാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, എവിടെന്നാണ് ഈ ഗാന്ധി വിരോധം കിട്ടിയത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, എവിടെന്നാണ് ഈ ഗാന്ധി വിരോധം കിട്ടിയത്? നമ്മൾ വായിച്ചറിഞ്ഞ കുറെ ഏതാ വായിച്ചത്? എനിക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, ഞാൻ തർക്കിക്കാനല്ല, എനിക്ക് അറിയാൻ വേണ്ടി മാത്രം. എന്താണ് ഗാന്ധിജിയെ വായിച്ചാൽ ഒരു ദേഷ്യം തോന്നിയത്? ആ ഒരു കാര്യം ഞാൻ ചെയ്യാം. ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് അത് കണക്ട് ചെയ്തിട്ട് പിന്നെ OTG കണ്ടിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. വേണ്ട, അതിന് കാര്യമായിട്ട് ആലോചിച്ച് വെച്ചോളൂ. എന്നാ എനിക്ക് അറിയാം, വീട്ടിൽ പോകണില്ല. ആലോചിക്കാനൊന്നുമില്ല. എന്റെ ഇതിലുള്ളത് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചു പിന്നെ അയക്കുന്നു. എനിക്ക് ഇതെന്റെ വാട്സപ്പ് നമ്പറാണ്. വിജേഷും ഞാനും ഞാനൊക്കെ സംവാദം ചെയ്യുന്നതല്ലേ, നമ്മൾ തമ്മിലുള്ള സംവാദം തുടരാം. ഞാനത് ഡോക്യുമെന്റ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, എന്നിട്ട് നമുക്ക് ഈ സംവാദം തുടരാം. എന്നിട്ട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നമ്മൾ രണ്ടും പറയുന്നതിൽ ശരിയും തെറ്റും വേറെ വേറെ ആയിരിക്കും, പക്ഷെ സത്യം ഒന്നല്ലേ ഉള്ളൂ. ഒരു സത്യമല്ലേ ഉള്ളൂ. ശരിയും തെറ്റും നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ സത്യം അനുസരിച്ച് നമുക്ക് ഗാന്ധിജിയെ കൊന്നത് ശരിയാണോ എന്ന് മറ്റും നോക്കാം. ഇതെന്റെ വാട്സപ്പ് നമ്പറാ, ദയവായിട്ട് എനിക്ക് അയച്ചു തരിക. ഇതേപോലെ മറ്റൊരവസരത്തിൽ, ഇന്ന് വീട്ടിൽ സാധനമൊക്കെ മേടിക്കാൻ പൊക്കോ, മറ്റൊരവസരത്തിൽ നമുക്ക് ഈ സംവാദം തുടരുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ അതേപോലെ റെക്കോർഡ് ചെയ്യുക. താങ്കളാണ് ശരിയെങ്കിൽ, അഥവാ വിജേഷിന്റെ പോയിന്റാ ശരിയെങ്കിൽ, ഞാൻ വിജേഷ് പറയുന്നതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറഞ്ഞത്, ഞാൻ വിജേഷ് പറഞ്ഞ സത്യത്തെയും ശരി അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറയാം. ഇല്ലെങ്കിൽ തിരിച്ച് ഇതൊന്ന് ചിന്തിക്കുകയെങ്കിലും വേണം. എനിക്ക് ഒരു മടിയില്ല. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. അതാണ് ഏറ്റവും നല്ല മനസ്സ്. അപ്പൊ എനിക്ക് അയച്ചു തന്നോളൂ, നമുക്ക് വീണ്ടും മറ്റൊരവസരത്ത് സംവാദം തുടരാം. ഓക്കെ, തീർച്ചയായിട്ടും. അതിന്റെ അകത്ത് ഒരു കുഴപ്പം എനക്കുമില്ല. അല്ല, എനിക്ക് ഇനി ഒരു കാര്യം കൂടെ, ഒരു നന്ദി പറഞ്ഞിട്ട് കൂടെ വെക്കാം. അന്ന് ശബരിമലയുടെ കാര്യത്തിലൊക്കെ ശക്തമായി പിന്തുണച്ചതിന് നന്ദി. ഇനി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആദ്യം ആ ഒരു പാരമ്പര്യത്തിൽ വരുന്ന ഒരാളാണ്. അപ്പൊ അതൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ ഒരു സനാതന ധർമ്മത്തിനെ പറ്റിയിട്ട് വേറൊരു ചർച്ച വേറെ വരാനുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒരു ദിവസം ഞാൻ വിളിക്കാം. ദയവായി വിളിക്കുക. നമുക്ക് ഗാന്ധിജിയും സനാതനങ്ങളും എടുക്കാം. എനിക്ക് എന്തായാലും എടുക്കുക. അമ്മയോടും അച്ഛനോടും, വീട്ടിൽ ആരാ ഉള്ളതെന്ന് എനിക്കറിയില്ല, അവരോട് പ്രണാമം പറയുക. രണ്ടുപേരോടും പ്രണാമം പറയുക. എന്തായാലും പറയാം. ഞാന് നിങ്ങളുടെ ശബരിമല ഇഷ്യൂ സമയത്ത് വന്നതും കാര്യങ്ങളൊക്കെ കണ്ടത് തീർച്ചയായിട്ടും എന്റെ സഹോദരിയാണ്. സഹോദരിയുടെ പ്രണാമം കൂടി പറയാം. എന്റെ ഒരു സഹോദരിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ സഹോദരി ഭർത്താവായിട്ടോ അല്ലെങ്കിൽ എന്റെ സഹോദരന്റെ ഭാര്യയായിട്ടോ നമുക്ക് ഈ സംവാദം തുടരാം. ഞാൻ ഇത് പബ്ലിക്കലായിട്ട് ഇടുകയും ചെയ്യും, താങ്കളുടെ പോയിന്റുകൾ അംഗീകരിക്കുകയും ചെയ്യും. നമ്മളെ നെഞ്ചില് ദേശീയ പതാകന്റെ ചിഹ്നം വെച്ചിട്ട് നമ്മളെ
ദേശീയ ദേശത്തിന് പതാകയല്ല, കൃത്യം പറഞ്ഞാൽ നമ്മുടെ ആ ദേശീയ പതാകയുടെ അർത്ഥം അറിയാവോ? അതിൽ കാവി കാണിക്കുന്ന നമ്മൾ ഹിന്ദുക്കളെയാണ്, വെള്ള കാണിക്കുന്ന ആണോ? ക്രിസ്ത്യാനികളെയാണ്, പച്ച അത് കാണിക്കുന്ന നമ്മളെ പണ്ട് മുസ്ലിങ്ങളെയാണ്. പെന്തക്കോസ്ത് അച്ഛൻ പറഞ്ഞതാണത്. അല്ല, ഇതാണ് വെള്ളയിലോട്ട് സത്യം. വരണം. ഇതാണ് ചിരിച്ചു ഇത് പോയതാണ്, ഇതാ സോറി. അല്ല, എനിക്കൊരു അതുകൊണ്ടല്ല. കോമഡി ആയിരുന്നു അത്. അല്ല, എന്താ അറിയാമോ, പെന്തക്കോസ് അച്ഛൻ കോമഡി ആക്കിയതാണ്. മുകളിൽ കുങ്കുമം, അതെ, അടിയിൽ പച്ച, നടുക്ക് വെള്ള നമുക്ക് എന്ന് പറഞ്ഞൊരു വെള്ളയിലാണ് പെന്തക്കോസ്ത് കൊടി അച്ഛന്റെ നമുക്ക് ഇത്. തന്നതെന്ന്. പക്ഷെ ആ എന്താ അതെ. അറിയാമോ, അല്ല, പുള്ളി അത് പറഞ്ഞ് വൃത്തികേടാക്കിയതാണ്. യഥാർത്ഥത്തിൽ അതാണ് സത്യം. അതായത് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സത്യം ക്രിസ്ത്യാനികളും എന്തായിക്കോട്ടെ, ഒരുമിച്ച് നിൽക്കണം പിന്നെ എന്നുള്ള മിസ്റ്റർ രാഹുൽ ഈശ്വർ, എന്തായാലും ഡോക്യുമെന്റഡ് ആണ്. സത്യം ഞാൻ എന്തോ പറയുന്നതെല്ലാം ആയിക്കോട്ടെ, ഡോക്യുമെന്റഡ് ഞാൻ ആണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ നായനോ പുയലനോ വാണിയനോ നമ്പ്യാരോ നായരോ ഏതോ ആയിക്കോട്ടെ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഹിന്ദുവാണ്. ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നിട്ട് നാളെ ഒരു ചാനലിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് അതിന്റെ ഒരു മഹത്വം നിങ്ങൾ ആ മഹത്വം സൂക്ഷിക്കുന്നുള്ളത് അറിയുന്നോണ്ടാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് കേസുകൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് രാത്രിയായില്ലേ, കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും ഗോഡ് നമ്മൾ ബ്ലസ്. തമ്മിൽ വേറെ സോറി വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല, നമ്മൾ ആശയപരമായ വ്യത്യാസമല്ലേ ഉള്ളൂ. നമുക്ക് പേഴ്സണലി അറിയത്തോലും ആശയപരമായിട്ട് എന്തായാലും ഉണ്ട്. ആശയപരമായിട്ട് നിങ്ങളോട് എനിക്ക് അത്യന്തമായിട്ടുള്ള എതിർപ്പുണ്ട്, നമുക്കത് കാര്യങ്ങളുണ്ട്, കഴിയുന്നത്ര എല്ലാം ഉണ്ട്. സംസാരിച്ച് ഒരു കോമൺ വ്യക്തിപരമായിട്ട് എനിക്ക് വെറുപ്പോ ഗ്രൗണ്ടിലേക്ക് കാര്യങ്ങളൊന്നുമില്ല. കോമൺ ഗ്രൗണ്ടിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു. ശരി. സ്വാമിയെ ശരണം. താങ്ക് യു.